പതിവായി പരനോട് ദുഃഖമിറക്കി പല നാളിൽ പതിമക്ക തന്നിലുറക്കി പലരോടും എത്താനായി ചോദ്യമൊരുക്കി പഞ്ചാര മദ്ഹിൽ ഞാൻ വ്യഥകളൊതുക്കി. സിറാജ് ലൈവിലേക്ക് സ്വാഗതം. 33ാമത് കേരള സാഹിത്യോത്സവ് വേദികളിൽ മത്സരങ്ങൾ ഇങ്ങനെ പൊടിപാറുകയാണ്. ഇന്ന് ആദ്യ ദിനം, പ്രധാന ഇനങ്ങൾ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസമാണ്. എല്ലാ വേദികളിലും മത്സരങ്ങൾ സജീവമായിട്ട് പുരോഗമിക്കുമ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ് തൃശ്ശൂർ ജില്ലയിലെ മുഹമ്മദ് ഇർഫാനും സംഘവും. മുഹമ്മദ് ഇർഫാൻ മാപ്പിളപ്പാട്ട് രംഗത്ത്, മദ്ഹ് ഗാന രംഗത്ത് വളരെ നമുക്ക് ഏറ്റവും സുപരിചിതനായ പാട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള പല പാട്ടുകളും പാടിയിട്ടുള്ള മദ്ഹ് ഗായകൻ കൂടിയാണ്. ഇപ്പോൾ അവർ സംഘഗാന മത്സരം പൂർത്തിയാക്കിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇർഫാന, മത്സരമൊക്കെ കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറാക്കി പാടി? സമ്മാനം അടിക്കൂലേ? എന്താ ഓരോരുത്തരും ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തും? മുഹമ്മദ് ഹഷർ, മുഹിയുദ്ദീൻ മിക്ദാദ്. മുഹമ്മദ് മിക്ദാദ്. എനിക്ക്. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എല്ലാവരും ഒരു ക്ലാസ്സിലാണോ? ഞാൻ 8ലാ. 9. 8ല്. 9. എവിടെ, ഏത് സ്ഥാപനത്തിലാണ്? അപ്പോൾ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ്. അപ്പോൾ നമുക്ക് ഇർഫാനിൻ്റെ സംഘവും നമുക്ക് വേണ്ടിയിട്ട് അവര് വേദിയിൽ ആലപിച്ച പാട്ടൊന്ന് പാടും. അപ്പോൾ ഒന്ന് പാടല്ലേ? മിഴിക്കോവിലിൽ കത്തും പ്രഭാസൂരനോ, മൊഴിത്തൂവലിൽ മദ്ഹിൻ കുളിർതെന്നലോ, തിരുനബി അഴകിൻ പാദപങ്കജം തന്നെ വെറുന്നെത്തും ശലഭത്തെ, കതിരവന്റെ തിരുശരതമുണ്ട് ചെറുകിരണമണിയും ഒരു സൂനത്തെ, മതിരകങ്ങളിലെ മധുരമുണ്ട മറിനയന വനികളിലെ സീനത്തെ, മതിപന്തിയഹതുടെ പ്രണയപ്പൂവേ, നെഞ്ചിലോർത്തു പാടം തിരുമധുകളത ബാലേ, ചിരം ജീവനാഗ പുരിയ ദിനകമേറാനേ, നെഞ്ചിലോർത്തു പാടം തിരുമധുകളത ബാലേ, ചിരം ജീവനാഗ പുരിയ ദിനകമേറാനേ. ഇർഫാന്റെ ഒരു പാട്ട് നല്ല ഫേമസ് ആണല്ലോ, ഏത് പാട്ടാ? പതിവായി നാട്ടിലെ ആ പാട്ടൊന്ന് പാടാ. പതിവായി പരനോട് ദുഃഖമിറക്കി പല നാളിൽ പതിമക്ക തന്നിലുറക്കി പലരോടും എത്താനായി ചോദ്യമൊരുക്കി പഞ്ചാര മദ്ഹിൽ ഞാൻ വ്യഥകളൊതുക്കി. കരടാലെ കണ്ണിൽ തിമിരം സ്ഥിരമായി കരയാനായി കൽബിൽ ഇഖ്ലാസത് പോയി, കനിവിനായി ആരെന്ന ചോദ്യവുമായി കരകേറാൻ മുത്തിൻ മധുഹംബരമായി. ഓക്കെ, ഒരുപാട് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചൊരു പാട്ടാണ്. വേറെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടോ അടുത്ത കാലത്തായിട്ട്? റീല് പോലെ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് സജീവമായിട്ട്. നല്ല ഫോളോവേഴ്സ് ഉണ്ടോ? ഫോളോവേഴ്സിനെ കൂട്ടണ്ടേ നമുക്ക്? എല്ലാ ദിവസവും പാട്ട് പാടിയിടോ, അല്ലെങ്കിൽ എപ്പോഴാ പാട്ട് ഇടുന്നത്? നമ്മളിങ്ങനെ മെയിനായിട്ട് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും, അപ്പൊ അതിന്റെ പാട്ടുകളൊക്കെ ഇടാറുണ്ട്. നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സജീവാണോ? എല്ലാവർക്കും പേജ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പോൾ അല്ലേ എല്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. നിങ്ങളുടെ തലമുറ മൊത്തം ഇൻസ്റ്റാഗ്രാമിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, നീ പാട്ടൊക്കെ പാടാറുണ്ടോ? മറ്റേ സ്വന്തമായിട്ട് നിങ്ങൾ രണ്ടുപേരാ പാടാറ് പരിപാടിക്ക്? എന്നൊരു പാട്ട്, ഒരു പുതിയ പാട്ട് നമുക്ക്. ശറഫൂറ്റ ഖുറൈശിൽ പിറந்தவர் ഹാഷിമിൽ ശുഹ്റായ മഹമൂദർ വരുന്നുണ്ടല്ലോ, ത്വഹ ശൗക്കോടെ പുതുമാരൻ ചമേന്തുവല്ലോ. ശറഫൂറ്റ ഖുറൈശിൽ പിറந்தவர் ഹാഷിമിൽ ശുഹ്റായ മഹമൂദർ വരുന്നുണ്ടല്ലോ, ത്വഹ ശൗക്കോടെ പുതുമാരൻ ചമേന്തുവല്ലോ. ആരാ
അറബിലും ബദറേ ആജമിലും ഷുഹറേ ആരംഭത്തറവാട്ടിലോദിത്തനൂറേ ആറ്റലായ അബൂ ത്വാലിബ് എടുത്ത ഖൈറേ അറബിലും ബദറേ ആജമിലും ഷുഹറേ ആരംഭത്തറവാട്ടിലോദിത്തനൂറേ ആറ്റലായ അബൂ ത്വാലിബ് എടുത്ത ഖൈറേ. ഇർഫാനെ ഏത് പ്രായം മുതൽ പാടി തുടങ്ങിയതിട്ടുണ്ട്? ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 4ാം ക്ലാസ് തൊട്ട് പാടുന്നുണ്ട്. സാഹിത്യോത്സവ വേദിയിൽ ഇപ്പോൾ ഒരുപാട് വർഷമായോ? 2-3 വർഷമുണ്ട്. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ടോ? പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഓക്കെ, എല്ലാവർക്കും സന്തോഷങ്ങൾ നേരുന്നു, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.